ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. പശ്ചിമ ചരക്ക് ഗതാഗത ഇടനാഴിയുടെ റവാഡി മദാർ മേഖല പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. അമേരിക്കയിൽ പാർലമെന്റ് മന്ദിരത്തിൽ അതിക്രമിച്ചു കയറി ട്രംപ് അനുകൂലികൾ. വാഷിംഗ്ടൺ ഡിസിയിൽ കർഫ്യൂ. അമേരിക്കയിൽ സമാധാനപരമായ അധികാര കൈമാറ്റം നടത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ പക്ഷിപ്പനി സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര സംഘം കേരളത്തിലെത്തി. രാജ്യത്ത് കോവിഡ് മുക്തരുടെ എണ്ണം 1,16,000 രോഗമുക്തി നിരക്ക് 96.36%. സിഡ്നിയിൽ മഴപ്പേടിയിൽ ഇന്ത്യ ഓസ്ട്രേലിയ 3ാം ക്രിക്കറ്റ് ടെസ്റ്റ്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ കിഴക്കൻ പടിഞ്ഞാറൻ ചരക്ക് ഇടനാഴികൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ നെടുന്തൂണായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ വളർച്ചാ കേന്ദ്രങ്ങളുടെ വികസനത്തിന് ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. പശ്ചിമ ചരക്ക് ഇടനാഴിയിലെ റവാഡി മദാർ മേഖല രാജ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. आज वेस्टर्न डेडिकेटेड फ्रेट कॉरिडोर का 306 किलोमीटर लंबा ये कॉरिडोर देश को समर्पित हुआ है. सोचिए, सिर्फ 10-12 दिन में इतना सब कुछ. और ये तो मैं उन बातों के कह रहा हूं जिसमें जुड़ने का मुझे सौभाग्य मिला, लेकिन इसके सिवाय भी भारत सरकार के अन्य मंत्रियों के द्वारा अनेक वित्त महत्वपूर्ण सैकड़ों प्रकल्प इस 2021 के प्रारंभ से ही लोकार्पण का सिलसिला चल रहा है. ഹരിയാന, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലായാണ് 306 കിലോമീറ്റർ നീളമുള്ള ഇടനാഴി. ന്യൂ അതേലിയിൽ നിന്ന് ന്യൂ കിഷൻഗഡ് വരെ സർവീസ് നടത്തുന്ന 1.5 കിലോമീറ്റർ നീളമുള്ള ഇലക്ട്രിക് ട്രാക്ഷനോട് കൂടിയ ലോകത്തിലെ ആദ്യ ഡബിൾ സ്റ്റാക്ക് ലോങ് ഹോൾ കണ്ടെയ്നർ ട്രെയിനും പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഫ്ളാഗ് ഓഫ് ചെയ്തു. നിലവിൽ ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ സേവനം നടത്തുന്ന ട്രെയിനുകളുടെ 4 ഇരട്ടി കണ്ടെയ്നർ യൂണിറ്റുകൾ ഡബിൾ സ്റ്റാക്ക് ഹോൾ കണ്ടെയ്നർ ട്രെയിൻ വഹിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുകൂലികൾ പാർലമെന്റ് മന്ദിരമായ ക്യാപിറ്റോളിൽ അതിക്രമിച്ചു കയറിയതിനെ തുടർന്ന് വാഷിംഗ്ടൺ ഡിസിയിൽ കർഫ്യൂ ഏർപ്പെടുത്തി. പ്രാഥമിക തെരഞ്ഞെടുപ്പിൽ വിജയിയായ ജോ ബൈഡനെ ക്ഷണിക്കുന്നതിനായുള്ള ചർച്ചയ്ക്ക് പാർലമെന്റിന്റെ ഇരുസഭകളും ചേർന്നപ്പോഴാണ് പ്രതിഷേധക്കാർ രംഗത്തെത്തിയത്. അക്രമാസക്തരായ പ്രവർത്തകരോട് മടങ്ങാൻ ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടുവെന്ന ആരോപണം ആവർത്തിച്ചു. വാഷിംഗ്ടണിൽ കലാപവും അക്രമവും സംബന്ധിച്ചുള്ള വാർത്തകളിൽ അതീവ ദുഃഖിതനാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സമാധാനപരമായ അധികാര കൈമാറ്റം നടക്കണം. നിയമവിരുദ്ധ പ്രതിഷേധങ്ങളിലൂടെ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാൻ അനുവദിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച ആലപ്പുഴയിൽ കേന്ദ്ര സംഘമെത്തി. ആലപ്പുഴ കളക്ടർ A. അലക്സാണ്ടറുമായി സംഘം കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിലെ പൊതുജനാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ രുചി ജെയിൻ, പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ശൈലേഷ് പവാർ, ഡൽഹി RML ആശുപത്രി ഫിസിഷ്യൻ അനിൽ ജിണ്ടാൽ എന്നിവരാണ് സംഘത്തിലുള്ളത്. രാജ്യത്ത് ചില സംസ്ഥാനങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ പക്ഷികളെയും വളർത്തുകോഴികളെയും നിരീക്ഷിക്കാൻ ആന്ധ്രാപ്രദേശ് സർക്കാർ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പക്ഷികൾ കൂട്ടമായി എത്തുന്ന പ്രദേശങ്ങൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു വരികയാണ്. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള വാർഷിക തന്ത്രപ്രധാന ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഇമ്മാനുവൽ ബോണാണ് ഫ്രഞ്ച് പ്രതിനിധി. ഉഭയകക്ഷി ബന്ധം ഉൾപ്പെടെയുള്ള വിവിധ ആഗോള വിഷയങ്ങളാണ് ചർച്ചാ വിഷയമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ലഡാക്കിന്റെ വികസനത്തിനും ലഡാക്കിന്റെ മണ്ണും സംസ്കാരവും സംരക്ഷിക്കുന്നതിനും കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ലഡാക്കിൽ നിന്നുള്ള 10 അംഗ പ്രതിനിധി സംഘം ഇന്നലെ ന്യൂഡൽഹിയിൽ ശ്രീ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. ലഡാക്കിന്റെ ബുദ്ധിമുട്ടേറിയ ഭൂമിശാസ്ത്രപരമായ സ്ഥിതിയും തന്ത്രപരമായ പ്രാധാന്യവും കണക്കിലെടുത്ത് ഭാഷ, സംസ്കാരം, ഭൂമി എന്നിവയുടെ സംരക്ഷണം, വികസനത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം, തൊഴിൽ, ജനസംഖ്യ എന്നിവയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ തുടങ്ങിയവ ജനപ്രതിനിധികൾ പങ്കുവച്ചു. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. 15-നാണ് സംസ്ഥാന ബജറ്റ്. ഈ മാസം 28 വരെ സഭ സമ്മേളിക്കും. ഇന്നലെ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ രാജ്ഭവനിലെത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി ക്ഷണിച്ചു. കേരളത്തിൽ മുഴുവൻ തെരുവ് വിളക്കുകളിലും LED ബൾബുകൾ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇതിനായി കിഫ്ബി വഴി 285 കോടിയുടെ പദ്ധതി നടപ്പാക്കും.
വൈദ്യുതി ഉപഭോഗം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ഫിലമെന്റ് രഹിത കേരളം പദ്ധതി ഉദ്ഘാടനം ഇന്ന് രാവിലെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ മുഖ്യമന്ത്രി നിർവഹിച്ചു. കേരളത്തിലെ മുൻ മന്ത്രി കെ രാമചന്ദ്രൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെ 3:30 അന്ത്യം. 78 വയസ്സായിരുന്നു. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയാണ്. 27 വർഷം ബത്തേരി, കൽപ്പറ്റ മണ്ഡലങ്ങളെ പ്രതിനിധാനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. രാജ്യത്ത് കോവിഡ്-19 നിന്ന് ഇതുവരെ സുഖം പ്രാപിച്ചവരുടെ ആകെ എണ്ണം 1,16,000 ഇതോടെ കോവിഡിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ ഒരു സുപ്രധാന നാഴികക്കല്ല് പിന്നിടുകയാണ്. ഇന്നലെ 9,37,000 സാമ്പിളുകൾ പരിശോധിച്ചു. ആകെ 17,84,00,000 പേരെയാണ് പരിശോധിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് ഗോപി. ദിവസങ്ങളായി രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 25,000-ൽ താഴെയാണ്. ഇന്നലെ 20,346 കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. സുഖം പ്രാപിക്കുന്നവരും രോഗബാധിതരും തമ്മിലുള്ള അന്തരം കൂടുകയാണ്. രോഗമുക്തരുടെ എണ്ണം നിലവിലെ രോഗികളുടെ എണ്ണത്തിനേക്കാൾ 44 ഇരട്ടിയായി. രാജ്യത്ത് രോഗികളുടെ എണ്ണം ഏകദേശം 2,28,000 ഇത് ആകെ രോഗികളുടെ 2.19%. ഇതിൽ 60% വീടുകളിൽ നിരീക്ഷണത്തിന് വിധേയരാണ്. രോഗമുക്തി നിരക്ക് ക്രമേണ വർദ്ധിച്ച് 96.36%-ലെത്തി. മരണനിരക്ക് 1.45% കുറഞ്ഞു. ഇന്നലെ 222 മരണം റിപ്പോർട്ട് ചെയ്തു. മികച്ച ആരോഗ്യ പരിചരണവും സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കേന്ദ്രത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതും ഡോക്ടർമാരുടെയും മുൻനിര പോരാളികളുടെയും സമർപ്പണവും പ്രതിബദ്ധതയുമാണ് രോഗമുക്തി നിരക്ക് വർദ്ധിക്കാൻ കാരണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ആന്ധ്രാപ്രദേശിൽ ഇതുവരെ 1,21,05,121 പേർക്ക് കോവിഡ് പരിശോധന നടത്തി. ഇന്നലെ 2,089 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ആന്ധ്രാപ്രദേശിൽ കോവിഡ് മുക്തി നിരക്ക് 98.86% ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പുതുതായി 379 പേർക്കാണ് തെലങ്കാനയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. 97.71% തെലങ്കാനയിൽ രോഗമുക്തി നിരക്ക്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതർ കേരളത്തിലായ സാഹചര്യത്തിൽ മാനദണ്ഡങ്ങൾ കർശനമാക്കും. ആരോഗ്യവകുപ്പ് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പൊതുപരിപാടികളും ഉത്സവാഘോഷങ്ങളും സംഘടിപ്പിക്കുന്നവർ ആരോഗ്യവകുപ്പിന്റെ അനുമതി വാങ്ങണം. അന്നദാനം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്താം. ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നവർ അടുത്ത 14 ദിവസം സ്വയം നിരീക്ഷിക്കണം തുടങ്ങിയ വിവിധ മാർഗനിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിച്ചതോടെ കേന്ദ്ര സംഘം നാളെ കേരളത്തിലെത്തും. ഡോക്ടർ എസ് കെ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തുക. കേരളത്തിലെ സ്ഥിതിഗതികളും കോവിഡ് പ്രതിരോധ മാർഗങ്ങളും സംഘം വിലയിരുത്തും. കേരളത്തിൽ നിലവിൽ 65,057 പേരാണ് രോഗം സ്ഥിരീകരിച്ച ഇനി ചികിത്സയിലുള്ളത്. 7,22,421 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തരായി. കഴിഞ്ഞ ദിവസം 6,394 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ആകെ മരണം 3,209 ആയി. ബീഹാറിലെ എല്ലാ ജില്ലകളിലും നാളെ കോവിഡ് വാക്സിനായുള്ള ഡ്രൈ റൺ നടത്തുമെന്ന് ആരോഗ്യമന്ത്രി മംഗൾ പാണ്ഡെ പറഞ്ഞു. ബീഹാറിൽ ഇതുവരെ 2,80,000-ഓളം പേർ കോവിഡ് മുക്തരായി. നിലവിൽ ചികിത്സയിലുള്ളത് 4,156 പേരാണ്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 3ാം ക്രിക്കറ്റ് ടെസ്റ്റിന് തുടക്കമായി. മഴ തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഓസ്ട്രേലിയ 2 വിക്കറ്റിന് 152 റൺസ് എന്ന നിലയിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമ ചരക്ക് ഗതാഗത ഇടനാഴിയുടെ റവാഡി മദാർ മേഖല പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. അമേരിക്കയിൽ പാർലമെന്റ് മന്ദിരത്തിൽ അതിക്രമിച്ചു കയറി ട്രംപ് അനുകൂലികൾ. വാഷിംഗ്ടൺ ഡിസിയിൽ കർഫ്യൂ. അമേരിക്കയിൽ സമാധാനപരമായ അധികാര കൈമാറ്റം നടത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ പക്ഷിപ്പനി സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര സംഘം കേരളത്തിലെത്തി. രാജ്യത്ത് കോവിഡ് മുക്തരുടെ എണ്ണം 1,16,000 രോഗമുക്തി നിരക്ക് 96.36%. സിഡ്നിയിൽ മഴപ്പേടിയിൽ ഇന്ത്യ ഓസ്ട്രേലിയ 3ാം ക്രിക്കറ്റ് ടെസ്റ്റ്. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 6:30.